ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലുള്ള ജൈന ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ജൈന ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. സാമാന്യം തിരക്കുള്ള ബത്തേരി കോഴിക്കോട് ഹൈവേ റോഡാണിത്. അപ്പുറത്ത് കാണുന്ന വലിയ ബിൽഡിങ്ങിനോട് ചേർന്നാണ് ജൈൻ ടെമ്പിളിലേക്കുള്ള ഗേറ്റ് ഉള്ളത്. റോഡ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഗേറ്റ്. വാഹനങ്ങൾ ഒന്നും തന്നെ ഉള്ളിലേക്ക് കടത്തരുത് എന്ന് ഇവിടെ പ്രത്യേകം ബോർഡുണ്ട്. ഗേറ്റ് കടന്നു വന്നാൽ ഉടൻ തന്നെ നമുക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ് ഇത് എന്ന ബോർഡ് കാണാം. ഈ ബോർഡൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകാം. കണ്ടോ, പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് എന്ന്. ഒരു തരം ചെമ്പരത്തി കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിലും വയനാട്ടിലെത്തിയാൽ പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയാണ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ മരുമോള് അർച്ചനയുടെ ഫാദർ, മദർ, ബ്രദർ, പിന്നെ എൻ്റെ ഹസ്ബൻഡും മോനും അർച്ചനയും. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ജൈൻ ടെമ്പിൾ കാണാൻ ഇന്ന് വന്നിട്ടുള്ളത്. കല്ല് പാകിയ ഒരു വഴിയാണിത്. രണ്ട് സൈഡിലും ബെഞ്ചുകളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ കുറച്ച് സമയം ഇരുന്നിട്ട് പോകാം. ഇവര് ഇരിക്കുന്നില്ല, നേരെ പോവാണ്. എനിക്ക് എന്തായാലും ഇവിടെ ഒന്ന് ഇരിക്കണം, ഒരു ഫോട്ടോ എടുക്കണം. അർച്ചന ഫോട്ടോ എടുക്കാൻ റെഡി ആവുന്നുണ്ട്. കൂട്ടത്തില് അവള് വീഡിയോ കൂടി എടുത്തു തന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ എനിക്കത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. ജൈൻ ടെമ്പിളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ടെമ്പിളിന്റെ ഈ ഒരു സൈഡാണ്. മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ കിണർ കാണാം. ആൾമറയില്ലട്ടോ, ഗ്രില്ലിട്ടിട്ട് സേഫ് ആക്കിയിരിക്കുകയാണ്. ഈ കിണറിനും ഒരു കഥ പറയാനുണ്ട്. മൈസൂരിലെ ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം പിടിച്ചടക്കിയിരുന്നു. അതിന്റെ കാര്യമെല്ലാം ഞാൻ പിന്നീട് പറയാം. ടിപ്പുവിന്റെ കീഴിലായിരുന്ന സമയത്ത് ഈ കിണറിൽ നിന്നും മൈസൂരിലേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തുരങ്കമൊന്നും കാണാനില്ല, വെള്ളം നല്ലോണം ഉണ്ട്. മൈസൂരിലേക്ക് തുരങ്കം ഉണ്ടാക്കുമോ? മൈസൂരിലേക്ക് ദൂരെ എത്രയുണ്ടല്ലേ, അറിയില്ല. ടിപ്പു സുൽത്താൻ തുരങ്കങ്ങൾ കുറെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഇവിടുന്ന് കാണുമ്പോൾ അവിടെ കിണർ ഉണ്ടെന്ന് മനസ്സിലാവില്ല. ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വേണം ഇങ്ങോട്ട് ഇറങ്ങാൻ. ക്ഷേത്രത്തിന്റെ മുൻഭാഗം ഇങ്ങനെയാണ്. മുന്നിൽ 4 തൂണുകളുള്ള ഒരു മണ്ഡപമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് ഭാഗത്തും പ്ലാറ്റ്ഫോം. തൂണില് കൊത്തുപണികളുണ്ട്. ഇത് ആരുടേതാ? തീർത്ഥങ്കരന്മാരാരെങ്കിലും ആയിരിക്കും ഇത്. ഈ തൂണില് ഒരു സർപ്പത്തിനെ കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടോ? ഈ സർപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇതിന്റെ തല മുതൽ തുടങ്ങിയിട്ട് വാല് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാല് കണ്ടുപിടിച്ച ആളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നൊരു വിശ്വാസമുണ്ട്. മോൻ അതിന്റെ വാല് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെയും കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനകത്ത് ഒരു നിലവറയുണ്ട്, അവിടെ ഒരു നിധിയുണ്ട്, അങ്ങോട്ടുള്ള വഴിയാണ് ഈ പസില് സൂചിപ്പിക്കുന്നത് എന്നൊക്കെയാണത്. ഇതിപ്പോ പഴയ സ്ഥലത്തേക്ക് എത്തി. അപ്പൊ വാല് കണ്ടുപിടിക്കാൻ പറ്റില്ല. വാലിന്ന് കേറിയൊക്കെ വാലിന്ന് മേലോട്ട്. അതിങ്ങനെ കളിപ്പിക്കുകയുള്ളൂ. ഇല്ല, തലേക്ക് തന്നെ എത്തി വീണ്ടും വാല് കണ്ടുപിടിക്കുക. അത് തലയിൽ നിന്ന് വാലിലേക്കും എത്തില്ല, വാലിൽ നിന്ന് തുടങ്ങിയാൽ തലയിലേക്കും എത്തില്ല. ഈ മണ്ഡപത്തിൽ കയറിയിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ. ഇവിടെയും തൂണുകളുണ്ട്. ഹിന്ദു ക്ഷേത്രത്തിൽ കാണുന്നത് പോലെയാണ് ഈ സ്റ്റെപ്സിന്റെ വശങ്ങളിലുള്ള ആ കർവ്. ഉള്ളിലേക്ക് പോയി നോക്കട്ടെ. ഓ, ഇവിടെ അടച്ചിട്ടുണ്ട്, ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഡോറിന്റെ അഴികൾക്കുള്ളിലൂടെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫോൺ വാങ്ങട്ടെ. ഉള്ളില് അഴികളുള്ള മറ്റൊരു വാതിൽ കൂടി കാണുന്നില്ലേ? അതിന്റെ ഉള്ളിൽ ഒരു സ്ലാബും കാണുന്നുണ്ട്. സൂം ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ? ആ സ്ലാബിലായിരുന്നു മഹാവീരന്റെ വിഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പോ അതവിടെ ഇല്ല. ലൈറ്റും എയറും ഒക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സീലിംഗിൽ ഇതുപോലുള്ള ഓപ്പണിംഗ് ഉണ്ട്. സീലിംഗിൽ മൊത്തം കല്ലിന്റെ പാളികൾ പാകി വെച്ചിരിക്കുകയാണ് കേട്ടോ.
മുമ്പ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി കാണാൻ കഴിയുമായിരുന്നു. അർച്ചനയുടെ ഫാമിലി മുമ്പ് ഇവിടെ വന്നപ്പോൾ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സാമൂഹ്യ വിരുദ്ധരെ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രില്ലിട്ട് അടച്ചതാണ്. ഈ വയറിംഗ് പൈപ്പിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. കാണാനുണ്ടോ പേരെഴുതി വച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പേരെഴുതി വെക്കുന്നത്? മഹാവീരന്റെ വിഗ്രഹം ഇപ്പോ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ? കൽപ്പറ്റയിലുള്ള അനന്തനാഥ ജെയിൻ ടെമ്പിളിലാണ് വിഗ്രഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഉത്സവ സമയത്ത് ഇങ്ങോട്ട് വിഗ്രഹം കൊണ്ടുവരാറുണ്ട് എന്നാണ് അറിഞ്ഞത്. ചുമരും തൂണും സീലിങ്ങും എല്ലാം കല്ലുകൾ കൊണ്ട്, അതായത് 100% ഈ ഒരു ക്ഷേത്രം കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുറ്റം കഴിഞ്ഞിട്ട് ചുറ്റും ഇതുപോലെ പ്ലാറ്റ്ഫോം കാണാനുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും ഞങ്ങളൊന്ന് നടന്നു വന്നപ്പോഴേക്കും മോൻ ഇവിടുന്ന് ഈ കോയിൽ സ്നേക്കിന്റെ ഇത് എന്തുകൊണ്ടാണ് സോൾവ് ചെയ്യാൻ പറ്റാത്തത് എന്ന് കണ്ടുപിടിച്ചിരുന്നു. ഈ ഒരു കണ്ടിന്യൂഷൻ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ പോവാ. നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ഇത് വീണ്ടും ഇത് കണ്ടോ, ഇതൊരു ജംഗ്ഷനാണ്. ഇതും ഇവിടെ വന്നിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പോകുമ്പോ ഇങ്ങനെ പോകും, പിന്നെ ഇങ്ങനെ വന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിത് കാണുമ്പോൾ നാച്ചുറലി നമ്മൾ ഇങ്ങനെ പോകാനേ ശ്രമിക്കുന്നു. ഇതിലൂടെ വരുമ്പോഴും അത് ഇങ്ങനെ ആയിരിക്കും. എല്ലാ തൂണിലും കൊത്തുപണികളുണ്ട്. ജൈൻ മുദ്രകളാണ് ഈ തൂണിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ളത്. അതായത് തീർത്ഥങ്കരന്മാർ, പിന്നെ താമരപ്പൂവ്, മറ്റ് പൂക്കളുടെയും ഡിസൈനുകൾ, സർപ്പം, അരയന്നങ്ങൾ, ഇതൊക്കെയാണ് കൊത്തി വെച്ചിട്ടുള്ളത്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ജൈൻ മുദ്രകൾ. 13-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ ജൈനന്മാരാണ് ക്ഷേത്രം നിർമ്മിച്ചത്. 18-ാം നൂറ്റാണ്ടിലാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ ഇവിടം കീഴടക്കുന്നത്. അതുവരെ ഈ ക്ഷേത്രം പ്രധാനപ്പെട്ട ഒരു ജൈൻ സെന്റർ ആയിരുന്നു. ഇവിടം കീഴടക്കിയതിനു ശേഷം ടിപ്പു ബാറ്ററി സൂക്ഷിക്കാൻ വേണ്ടി ഈ ക്ഷേത്രം ഉപയോഗിച്ചിരുന്നു. ബാറ്ററി എന്ന് പറയുമ്പോൾ അതൊരു വെടിമരുന്ന് ശാലയോ ആയുധപ്പുരയോ ഒക്കെ ആയിരിക്കും. സുൽത്താൻ ബാറ്ററി സൂക്ഷിക്കുന്ന സ്ഥലമായതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ സുൽത്താൻസ് ബാറ്ററി എന്ന് പറഞ്ഞു. പിന്നീട് അത് സുൽത്താൻ ബത്തേരിയായി മാറി. ഗണപതി വട്ടം എന്നായിരുന്നു ഈ പ്രദേശത്തിന്റെ പേര്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രം. ഇവിടം 10 മിനിറ്റ് സമയം മാത്രമേ സന്ദർശിക്കാൻ അനുവദിക്കുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറെ പേരുണ്ട്. അവരൊക്കെ പല ഭാഗങ്ങളിലായിട്ട് വരാന്തയിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് സമയം ഇവിടെ ഇരുന്നു. മറ്റു ചിലര് ഈ വരാന്തയിൽ കിടക്കുന്നുണ്ട്. അവർ ഉറങ്ങിയോന്നറിയില്ല. കപ്പിൾസും കുറെ വന്നിരിക്കുന്നുണ്ട്. അവർ സ്വൈരമായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 10 മിനിറ്റ് ഒന്നും അല്ല ഇവിടെ ചെലവഴിക്കുന്നത്. ഞങ്ങൾ ഇതിലെ നടന്നു വന്നപ്പോഴാണ് ഒരു സംഗതി കണ്ടത്. ഇത് കണ്ടോ, ഒരു ആട്ടുകല്ല്. ഈ ആട്ടുകല്ല് ഈ ഫ്ലോറിൽ ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് എന്തിനാണാവോ അവര് ഉപയോഗിച്ചിരുന്നത്? ധാന്യങ്ങളൊക്കെ അരയ്ക്കാനാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ എന്നറിയില്ല. ഈ തൂണുകളിലൊന്നും ജൈൻ മുദ്രകൾ കൊത്തിവെച്ചിട്ടില്ല, ഷേപ്പ് ആക്കിയിട്ടേ ഉള്ളൂ. സീലിംഗ് കണ്ടില്ലേ, കരിങ്കല്ല് സ്ലാബുകൾ ഇങ്ങനെ പാകി വെച്ചിരിക്കുന്നത്. തൂണുകളൊക്കെ കൊത്തുപണിക്ക് അനുയോജ്യമായ കല്ലുകളാണ്. എന്താ ഓരോ തൂണുകള്, നല്ല വണ്ണവും ഉണ്ട്. 13-ാം നൂറ്റാണ്ടില് ഇങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടാക്കണമെങ്കിൽ അന്ന് വയനാട്ടിൽ ഇങ്ങനത്തെ കല്ലുകളൊന്നും അവൈലബിൾ അല്ല. ഇത് കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടുവന്നതായിരിക്കാം. ഇവിടുത്തെ ജൈനന്മാർ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഇവിടെ വന്നവരാണ്. ഈ കല്ലുകളും അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളില്. സത്യത്തില് പോകാൻ തോന്നുന്നില്ല, അത്രയും തണുപ്പാണ്. വെറുതെ അല്ല ഇവരിവിടെ കിടന്നുറങ്ങുന്നത്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാണ്.
10 മിനിറ്റ് മാത്രമാണ് വിസിറ്റിംഗ് ടൈം എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിരോധിച്ചിട്ടുള്ള പ്രവൃത്തികളുടെ ഒരു ലിസ്റ്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വയനാട്ടിലേക്ക് ടൂർ വരുമ്പോൾ സുൽത്താൻ ബത്തേരിയിൽ വന്നിട്ട് ഈ ക്ഷേത്രം കൂടി ഒന്ന് കാണണം. 700 വർഷം പഴക്കമുള്ള ഈ നിർമ്മിതി മനോഹരമാണ്. പ്രത്യേകിച്ചും ചരിത്ര സ്മാരകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ക്ഷേത്രവും ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഇവിടുന്ന് ഒരു 200 മീറ്റർ ദൂരം പോയാൽ റോഡിന്റെ അപ്പുറത്ത് ഒരു മാരിയമ്മൻ കോവിലുണ്ട്. ഇനി അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മാരിയമ്മൻ കോവില്. സുൽത്താൻ ബത്തേരിയിൽ ഗംഭീരമായിട്ട് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഞങ്ങൾ ഇതിന്റെ ഉള്ളിലൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ക്ഷേത്രത്തിന്റെ ആൽത്തറ. കാർ പാർക്കിങ്ങിനും വിശാലമായ സ്ഥലമുണ്ട് ഇവിടെ. മാരിയമ്മൻ കോവിലും ജൈൻ ടെമ്പിളും കണ്ടതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ടൗണിൽ തന്നെയുള്ള വിൽട്ടൺ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. പാർക്കിംഗ് ബാക്കിലാണ്. ഇവിടുന്ന് തന്നെ നമുക്ക് ഹോട്ടലിലേക്ക് കയറാം. മെനു കാർഡ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണിത്. ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച പ്രശസ്തരായ വ്യക്തികളെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കയ്യൊപ്പ് വെച്ചിരിക്കുന്നു. ഇവരിൽ മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഫിലിം സ്റ്റാർസ് ഉണ്ട്, സാഹിത്യകാരന്മാരും സ്പോർട്സ് താരങ്ങളും എന്നുവേണ്ട എല്ലാ മേഖലകളിലും പ്രശസ്തരായ വ്യക്തികൾ ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഫോട്ടോയും ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ കുറേ ഫോട്ടോസ്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, കുറേയൊക്കെ എടുത്തിട്ടുള്ളൂ. എല്ലാം എടുത്താലേ കുറേ സമയം ഇവിടെ നിൽക്കേണ്ടി വരും ഞാൻ. ഇനി ഇവിടുന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ടെക്സ്റ്റൈൽസിൽ ഒന്ന് കയറുന്നുണ്ട്. അർച്ചനയുടെ ഫാമിലി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ടെക്സ്റ്റൈൽസ് ആണ് യെസ് ഭാരത്. കാര്യമായ ഷോപ്പിംഗ് ഒന്നും മനസ്സിലില്ല, ജസ്റ്റ് ഒന്ന് കയറാം, കാണാം. ഒരു സാരി ട്രൈ ചെയ്തതാണ്. എങ്ങനെയുണ്ട്? മേടിക്കണോ വേണ്ടയോ? ആലോചിക്കട്ടെ. ഞങ്ങൾ റെഡിമെയ്ഡ് സെക്ഷനിലും കയറിയിരുന്നു. അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.